ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സ്ട്രോയുമായിട്ടാണ്. ഇതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഡെക്കറേറ്റും ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ സ്ട്രോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 10 സെൻറ്റിമീറ്റർ വീതം വലുപ്പമുള്ള ചെറിയ പീസുകളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. എല്ലാ സ്ട്രോയും ഒരേ സൈസിൽ വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഇങ്ങനെ ഞാൻ എല്ലാ സ്ട്രോയും ഒരുപോലെ ഒരേ സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. വിരൽ കൊണ്ട് അമർത്തിയിട്ട് രണ്ട് സൈഡിലേക്കൊന്ന് നീട്ടി വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ലതുപോലെ പരന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും. ഈ പീസിനെ നമുക്ക് ചെറിയ ചെറിയ സ്മോൾ കട്ടിങ്സ് ഫുള്ളായിട്ടൊന്ന് കൊടുക്കണം. എൻഡ് ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. എൻഡ് ഭാഗം വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഈ സ്ട്രോ ഫുള്ളായിട്ടൊന്ന് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് എൻഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്താൽ സ്ട്രോ രണ്ടായിട്ട് മുറിയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബാക്കിലോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ സ്ട്രോ ഫുള്ളായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എൻഡ് ഭാഗത്ത് ലാസ്റ്റിൽ നമുക്ക് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കൈകൊണ്ടൊന്ന് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പശ നന്നായിട്ടൊന്ന് സ്റ്റിക്കായി കിട്ടും. ഇപ്പം നമ്മൾ പൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ അടുത്ത പീസും ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് റെഡ് ബീഡ്സ് ആണ്. റെഡ് കളർ തന്നെ വേണമെന്നില്ല, നിങ്ങളെ കയ്യിലുള്ള ഏത് കളറായാലും കുഴപ്പമില്ല. ആ പൂവിൻ്റെ സെൻട്രൽ ഭാഗത്തൊരു ഹോള് കാണാം. ആ ഹോളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. രണ്ടും ഒരേ സൈസിലുള്ള ബോട്ടിൽസ് വേണം എടുക്കാൻ. അത് നമുക്ക് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് രണ്ടും രണ്ട് സൈസിൽ വേണം. ഒന്ന് വലിയതും ഒന്ന് ചെറിയതും, അങ്ങനെ വേണം ബോട്ടിൽസ് കട്ട് ചെയ്ത് മാറ്റാൻ. ഇപ്പം ഞാൻ ചെറുതും വലുതുമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് താഴോട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു കട്ടിങ് കൊടുക്കാം. ആ ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കട്ടി കുറഞ്ഞിട്ട് ഇതുപോലെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഫുള്ളായിട്ടും ഞാൻ രണ്ട് ബോട്ടിലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ലൈനുകളെ നമുക്കൊന്ന് വിടർത്തിയെടുക്കണം. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കൈകൊണ്ട് ബാക്കിലോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്കൊന്ന് നിവർന്ന് കിട്ടും. രണ്ട് ബോട്ടിലും ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കണം. രണ്ടാമത്തെ ബോട്ടിൽ നിവർത്തുമ്പോൾ ആദ്യം നിവർത്തിയ ബോട്ടിലിൻ്റെ അത്ര നിവർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല ഓരോ ലൈൻസ്, അതിൻ്റെ ഫ്രണ്ടിൽ മുകൾ ഭാഗത്ത് ഒന്ന് ഉള്ളിലോട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മടക്കി വെച്ചതിന്മേൽ വേണം നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിൽ ഈ ഫസ്റ്റ് ബോട്ടിലിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ബോട്ടിലിൻ്റെ താഴ്ഭാഗം എടുത്തിട്ട് കുറച്ച് ബീഡ്സിനെ ഇട്ടിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലവേഴ്സ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.